ആഹാ മനസ്സിലായല്ലോ, നമ്മുടെ ആളാണ്. അതൊക്കെ സ്റ്റെപ്പെടുത്തു മേടിച്ചില്ല. ധാരക്കയാ ധാരക്കത് ധാരായി വരുന്നേ. പിന്നെ ആ ഞങ്ങളെ അറിയോ? ഇല്ല, എന്നെ അറിയോ? ആദ്യ ഉടുപ്പ് ഞാനറിയും. എന്റെ വീട്ടുപേര് അരയത്തുന്ന. അതെ അതെ, ഇവിടുന്ന് ഓടിച്ചതാ. പിന്നെ കൃഷിമൂട്ടിട്ട് ഓടിച്ചതാ. ആണോ? കണ്ടോ? അപ്പൊ ഞങ്ങളുടെ എല്ലാം അരയത്തുന്ന. ഇതെന്റെ അച്ഛൻ കൊണ്ട കൊടുത്തതാ. ഇത് ഞാൻ മേടിച്ചു കൊണ്ട കൊടുത്തതാ. ഇത് എത്ര കൊന്തയായിട്ടാണ്. സ്വർണ്ണമാലയുടെ കിടപ്പുണ്ടല്ലേ? അങ്ങനെ തേറ്റ് കിടിയല്ല. എല്ലായിടത്തൊക്കെ പോകുമ്പോ മാത്രമേ. 2 കൊണ്ട. തറവാടിന്റെ ഉടമ കുരിശുംതൊട്ടി മാൻമട്ടം കുരിശുംതൊട്ടി ആൻസിയുടെ കെട്ടിയാനാ. ആൻസിയുടെ അന്നമ്മയുടെ ആൻസിനെ അറിയോ? അരയത്ത് മോളെ അന്നമ്മേനെ അറിയോ? അന്നമ്മേനെയോ? ആൻസിനെ ഇവിടുന്ന് ഞാൻ അങ്ങ് കൊണ്ടുപോയതാ. അതാ പറഞ്ഞത്, ഇട്ടോളാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോ കൂടി എവിടെയെങ്കിലും കൊണ്ട് വെക്കും, മറന്നു പോകും. ധാരുടെ വീടാ? വല്ല ഐഡിയ ഉണ്ടോ? വെള്ളയാണെങ്കിലേ ഇടും, അല്ലാതെ കുറെ കളയണം. പിന്നെ ഈ പെണ്ണ് ഏതാ? ഇല്ലേ? എന്നെ അത്ര ഈ ഉമ്മയൊക്കെ കൊടുക്കും. അതെ, ഉമ്മയൊക്കെ തരുന്നില്ല. ഉറങ്ങുവാണോ? ആഹാ, പച്ചി മമ്മി എന്തി? തണുപ്പായിട്ടാണോ? നടക്കാൻ പോയി ചെരുപ്പിട്ട് നടക്കാൻ മതിയുടെ ഇവിടെ. അവള് പോയി പഠിക്കാൻ കഴിഞ്ഞ ആഴ്ച ചേർന്നോ? അവര് നമ്മുടെ അവരെയൊക്കെ ഞാൻ മറന്നു പോയതാണ്. ഓരോ പ്രായ വ്യത്യാസം മതി. പിന്നെ അന്നാലും നമുക്ക് ഓർമ്മയില്ല. നല്ല ഉടുപ്പാ, നല്ല ഉടുപ്പാ, കൈവിസല്ലേ? കട്ടമുണ്ട് പറഞ്ഞ എല്ലാരും കിട്ടണ്ടേ?
പറഞ്ഞിട്ട് ഉടുപ്പണി ഇഷ്ടപ്പെട്ടു. എത്ര പേരുടെ അതുകൊണ്ട് നല്ല ഉടുപ്പാ. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? അറിയുന്നു. എൽസി ആന്റി പോലെ ഒരു ആന്റിയാ കേട്ടോ. എൽസി ആന്റി. നാളേക്ക് ആയിരിക്കും. എൽസി ആന്റി ഞാൻ ഭയങ്കര കൂട്ടുകാരിയായിരുന്നു. ഇത് വന്ന എൽസി ആന്റി. എൽസി ആന്റി കോട്ടയം വന്നു. ഞാൻ കണ്ടായിരുന്നു. ആദ്യമായിട്ട് കണ്ടിട്ട് അതെ ഒരാഴ്ച കണ്ടില്ല. ഒരാഴ്ച ഓട് താമസിച്ചാലേ സംശയമാണ്. എല്ലാവരുമായിട്ടാണ് അങ്ങോട്ട് അത് തന്നെ സ്നേഹം വരും, കാണാൻ പറ്റും. ഇതെല്ലാം അവിടെയൊക്കെ കയറിയാ എല്ലായിടത്തും ഇല്ല ഇതുവരെ കയറിയില്ല. ഇത് കർത്താവല്ലേ എന്താ അതെ ആ രൂപങ്ങള് ആ രൂപക്കൂടാണ്. അത് തിരുഹൃദയമുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. വേണം, എല്ലാ ഐറ്റവും ഉണ്ട്. ആ സൗരാരിപണ നമ്മുടെ കുഞ്ഞാവനുണ്ട്. ദേ ലാസ്റ്റ് ഇരിക്കണം. ഞാൻ കൈ ഇങ്ങനെ വെച്ചോണ്ട് കുഞ്ഞുമാരെ അനുഗ്രഹിക്കുന്നത് അത് ശരീരമണിയാണല്ലോ ഇതല്ലേ പള്ളിയിലിരിക്കുന്ന ശരീരമണി അതല്ലാത്തോണ്ടേ. ഇതാരാ ഇരിക്കുന്നത്? തങ്കച്ചന്റെ, നമ്മുടെ തങ്കച്ചന്റെ തങ്കച്ചന്റെ മകന്റെ തങ്കച്ചന്റെ മകന്റെ കുറച്ച് പിള്ളേര് ഉണ്ണിക്കുട്ടന്റെ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ. നീ എത്ര പോകാനാ കൊച്ചിന്റെ പ്ലാൻ? എഞ്ചിനീയറിംഗ് എടുത്തു പാലായില്. ആ പപ്പ എന്തി പ്രായമായി വന്നാലോ സിനിമാമ്മ എന്തി ഏതെങ്കിലും കോളേജിൽ നീ ഒന്നും മിണ്ടാതെ വർത്തനം പറഞ്ഞേ അങ്ങളെ ഓർക്കണില്ലേ? അല്ല കളത്തൂര് കുഴപ്പമില്ല. പക്ഷെ വണ്ടി ഇച്ചിരി താമസിച്ച് വരുന്നിടത്തോട്ട് വിട്ടേക്കാന്ന് ഓർത്തിരിക്കണം. അത് 7:30 ആകുമ്പോൾ വരും കാഞ്ഞിരത്താൻ. ഞങ്ങളുടെ അമ്മച്ചി കേട്ടോ, അന്നമ്മ അമ്മച്ചി. ഇന്നാളെ ആ ഫോട്ടോ നമ്മൾ എടുത്തില്ലായിരുന്നു. പശു ഉണ്ടോ? കുഞ്ഞു പശുവില്ല, കുഞ്ഞു പശു നാടൻ പശുവാണോ? ആണോ? 4 വയസ്സായ 4 വയസ്സിന്റെ മുഴുപ്പില്ല. 4 വയസ്സ് 2 വയസ്സാകുമ്പോ തോന്നി. രണ്ടും കൂടെ പോയാ അതന്നെ ഭക്ഷണം കഴിക്കാല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭക്ഷണം വേണം. ഇങ്ങനെ കൊടുക്കാൻ തിന്നോളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചോറൊന്നും വേണ്ട. ചോറൊന്നും തിന്നിയാ ഇങ്ങനത്തെ മുട്ടായിയോ ബിസ്ക്കറ്റോ ആ പിള്ളേർക്ക് അങ്ങനെ പാല് കൊടുത്താലും തിന്നാൻ പാടാ. ഭയങ്കര പാട്. നമുക്കൊക്കെ കിട്ടാനിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഒന്നും വേണ്ട. അവർക്കായിട്ട് വേണ്ട. 6 മാസത്തേക്കുണ്ട് എല്ലാ പിള്ളേരും പോയാലും. നിങ്ങളെന്താണ് തിരിച്ചു പോണേ? നീ എങ്ങോട്ട് പോണെന്നാ? ഡൽഹിയിൽ പോണേ? ജൂലൈ ലാസ്റ്റ്. നമ്മുടെ സജിയുടെ സജി നമ്മുടെ വെളിയില UK. അവൻ കെട്ടിയില്ലല്ലോ. അവള് കെട്ടിയില്ല, അവൻ കെട്ടിയില്ല. കൊച്ചല്ല കെട്ടാൻ പ്രായമായി വന്നതേ ഉള്ളൂ. കൊച്ച് പ്രായമായി വന്നതേ ഉള്ളു. എത്ര പെൺപിള്ളേരുണ്ട്? പെൺപിള്ളേരില്ല, അവരൊന്നേ ഉള്ളു. പ്രായമായി പഠിത്തമിരിക്കായോ? ആ പഠിത്തോണ്ടിരിക്കണേ. ഇവിടെ വേണം. ആ അവിടെ അത് തടത്തി കുടുംബം.
തടത്തിൽ ആ കുടുംബമായിട്ട് ജീവിക്കുന്നതല്ല വെള്ളം വേണമെന്നേ ഉള്ളേ വെള്ളം വേണമെന്നേ സൗകര്യങ്ങളൊക്കെ നോക്കിയാൽ അതെ ജീവിക്കാൻ അല്ല ഒരു എവിടെയെങ്കിലും മൂടെ എന്താ ചെയ്ത എൻ്റെ പാടാന്നറിയാം ഒരു സാധനത്തിന് കൂട്ടം നോക്കാൻ പറ്റില്ല പോകാൻ പറ്റി പോകാൻ പറ്റില്ല. അവിടെ പോയി പിന്നെ നിരാശയും പരാതിയും ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കുകയില്ല. അത് കാരണം പലപ്പം എല്ലാവർക്കും വലിയ വെറുപ്പും അരിശോ പിന്നെ ദേശീയം അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നോക്കും വേണം. നോക്കും വേണ്ട. പിന്നെ അതെല്ലാവരുടെ പേർക്ക് പറഞ്ഞു ഏതോ പണ്ടത്തെ കാര്യങ്ങൾ ഇതായി കൊടുക്കും. ഈ ആളെ അറിയുന്നില്ല അവളെ കൊണ്ട് ചോദിക്കും ഇതാരാന്നറിയോ? ഒരു അമ്മയാ ഏതാ മാരുടെ? ഇത് ഞാൻ കണ്ടിട്ട് ഞങ്ങളുടെ അവിടെ ഉള്ള അമ്മയാണ്. അവിടെയുള്ളോ? ഇവിടെയുള്ളോ? അല്ല അന്നമ്മേനെ അറിയോ? അന്നമ്മ ചേച്ചി 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 ചേച്ചി, അമ്മയുടെ ചേച്ചിയാ ഇത്. അന്നമ്മ ചേച്ചി. അന്നമ്മ. അന്നമ്മ ആണോ? ആ അന്നമ്മേന്ന് പറഞ്ഞ അവിടെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളായിരുന്നു. അമ്മ ഇവിടെ അല്ലാട്ടോ. ഇവിടെയായിരുന്നു അമ്മ. നിങ്ങളല്ല കിട്ടിപ്പോയത്. ആണോ? അത് ശരി. ഇവിടെയാ വീടല്ലേ? ആ ഈ അന്നമ്മേനെ ഓർക്കുന്നില്ലേ ഇവിടുത്തെ? അതെങ്ങനെ ഓർക്കാറുണ്ട്? അതിന് അവന് ഇപ്പൊ അത്ര പ്രായമായി പോയില്ലേ? പ്രായമായി പോയി. അങ്ങനെയല്ല പുറത്തോഴി അങ്ങനെ സഞ്ചരിച്ചിട്ടില്ലല്ലോ. ഈ അന്നമ്മേനെ കെട്ടിയത് പേരുന്ന കൊമേഴ്സാണ് പഠിച്ചത്. കുര്യൻ. അക്കൗണ്ട്സാണ് ഫിനാൻസ് കുര്യനും അന്നമ്മേ. ആ നാട്ടിൽ ചേച്ചിയുടെ ഭർത്താവ്. അങ്ങോട്ട് പോയി അവിടെ ഫിനാൻസ് ചേട്ടൻ ചേട്ടനെ അറിയല്ലേ? കുര്യൻ ചേട്ടനെ അറിയല്ലേ? ചേട്ടനെ ചേച്ചീനെ അരയത്ത് കുത്തമ്പലല്ലേ? ഞാൻ അവിടെയൊന്നും ഓർക്കുന്നില്ല. ആ ഫോട്ടോയെ കണ്ടിട്ടോ എങ്ങനെയുണ്ട്? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വെള്ളം കഴിയുമ്പോൾ കിട്ടാൻ ഫോട്ടോയെ കണ്ടിട്ട് ഓർക്കുന്നുണ്ടോ? ഫോട്ടോയിൽ നോക്കി 5 കൊല്ലം ജോലി ചെയ്താൽ പഠിക്കുന്ന ചെയ്യുന്നത് ഫോട്ടോയിൽ നോക്കിക്കേ കണ്ണാടിയൊക്കെ വെച്ച്. എത്ര വർഷങ്ങളായിപ്പോഴായി ഇവരെയൊക്കെ കണ്ടിട്ട്. അതെ കണ്ടിട്ടുള്ള ദിവസേന കാണണം. അല്ല എല്ലാവരും എപ്പോഴും ഇതാ ആ ഒന്നും ആരും ചോദിച്ചില്ലല്ലോ അങ്ങോട്ട് പറയാനും പറ്റും. ഇനി അതാ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പിന്നെ സുഖമായിട്ടൊക്കെ ജീവിക്കട്ടെ. അതുമതി. അതെ. മൂത്തതല്ലേ കുഞ്ഞുമാരൊക്കെ മൂത്തതല്ലേ? 60 വയസ്സേ ഉള്ളോ? ഉള്ളോ? അത് കൂടുതലുണ്ട്. അത് കാണും. അന്നത്തെ കാലമൊക്കെ എൻ്റെ പിള്ളേർ വന്നു അവിടെ വീടുണ്ടോ? ആ നിങ്ങളുടെ വീടാണ്. അങ്ങോട്ടൊന്നും കയറ്റാൻ പറ്റിയില്ല. ചേട്ടന്മാർ എത്ര പേരുണ്ട്? ചേട്ടന്മാർ 6 പേരുണ്ട്. എല്ലാവരും ഇവിടെയാണോ? ആ ഇതൊന്നേ ചെല്ലറേ ആ ചെമ്മീ ചെല്ലേ ചെമ്മേ ചെല്ലി മക്കളിങ്ങനെ വന്നേ. കാണട്ടെ. കുഞ്ഞുമക്കളിങ്ങനെ വന്നേ. ഒന്ന് കാണട്ടെ. കയറിയിരിക്കെ മോളോ കയറിയിരിക്കല്ലേ? ഓരോ 2 പേർക്ക് ഓരോ മോളുണ്ട്. വായി പോലെ അമ്മയ്ക്ക് വെള്ളം വേണമായിരിക്കും. അത് ഇപ്പം നല്ലതാ. ആ വെള്ളം അരി വെള്ളം ഉണ്ടാവും. കുറേശ്ശെ വെള്ളം അരി കളിക്കുമ്പോൾ അങ്ങനെ അവിടെ ആ എൽസി വരാറുണ്ടോ? എൽസി എൽസിയോ? ആ മെഡിസ എവിടെ പോയി? ഇവിടെ ഉണ്ടല്ലോ. ആ ഇവിടെ ഉണ്ടോ? അവള് പുറത്തോട്ടൊന്നും പോയില്ലല്ലോ. ഇല്ലേ? അത് ശരി. എന്നിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ കേട്ടെ. ഇവിടെ ഇല്ലായിരുന്നല്ലോ കുറെ നാളത്തേക്ക്. അത് നേരത്തെ എങ്ങാണ്ട് പഠിക്കാൻ പോയത്. ആ അത് എന്നാ പഠിക്കാൻ? പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ സാബുന് നല്ല ഓർമ്മയല്ലേ? കുറേ പഠിക്കാൻ പോയതാ. സാബു ജോലിക്ക് പോയോ? സാബു സാബു ഇപ്പം വീട്ടിലുണ്ട്. കണ്ടോ? സാബു അവരൊക്കെ പുറത്താ. എല്ലാരും പുറത്താ. ഓരോരുത്തരും ഓരോ ജോലിയാണ്. ആ അത് ശരി. ഇല്ല. ജോമോൻ എന്ത് ചെയ്യുന്നേ? ജോമോൻ എന്തിയാ? ജോമോൻ ജോമോൻ രോമൻ ജോലിയുണ്ട്. അവന് പള്ളിക്കൂടത്തിൽ പോയി. ഇപ്പൊ കുഞ്ഞുമാരുടെ വീട്ടിൽ ആരാ ഉള്ള? പള്ളിക്കൂടത്തിൽ പോകണോ ജോമോനോ? കുഞ്ഞുമാരുടെ വീട്ടിൽ ആരാ ഉള്ള? വീട്ടിൽ എവിടെയാ? കുഞ്ഞുമാരുടെ കൂടെ വീട്ടിൽ ആരാ ഉള്ള? ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഇതാരാ ചോദിച്ചത്? ഉണ്ടാവും. ഇപ്പൊ ഈ നിൽക്കുന്ന ആളാരാ? അതാണോ പഠിക്കാൻ പോണേ? ജോമി ഇവിടെ ഇല്ലാത്ത ജോമി അവരുടെ വെള്ളത്തിൽ പിള്ളേർ ഇവിടെ ഇല്ല. ഇല്ല. ഒരു സ്ഥിരം പുറത്താ. പുറത്താ.
എന്നതാ പിന്നെ കൊണ്ടുപോണേ അത് അവരുടെ പാവയാ. പിന്നെ സാബു പുറത്താ അല്ലേ? സാബു അവ പുറത്ത് തീർത്തല്ല പോവുകയും പോയി വരുക. അപ്പൊ രോമാൻ പഠിത്തം തീർന്നില്ല. രോമാൻ്റെ പഠിത്തത്തിലാണ് ജോലിയിലൊന്നും ആയില്ല. ഇപ്പൊ ഇതാരാ ഈ നിൽക്കുന്ന ആള്? ഇത് ജോലിയുണ്ട്. അതാരാ? അത് മകനല്ലേ ഇല്ല ആണോ? മകനല്ലേ ആണോ? എന്റെ പേരെന്നാ അമ്മ പറ പേര്. ജോമോനോ? അറിയാലോ. ജോമോനോ പിന്നെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇളയതാ, അതും അറിയാം. പിന്നെ ഇപ്പൊ എന്നെ വേണം. അവന് പിള്ളേരൊക്കെ എത്രയുണ്ട്? ജോമന്റെ കെട്ടിയോളം പിള്ളേരെത്രയുണ്ട് ജോമോന്? കല്യാണം കഴിച്ചോ? പിന്നെ എല്ലാവരും കല്യാണം കഴിക്കാൻ ആരുമില്ല. ജോമാൻ എത്ര പിള്ളേരുണ്ട്? ഒരെണ്ണല്ലേ? എല്ലാം ഉള്ളോളാം. കുഞ്ഞമ്മയ്ക്ക് അറിയത്തില്ലേ? ഇല്ലടാ രണ്ടുപേര്. രണ്ടുപേര് രണ്ടും ആമ്പിള്ളേരല്ലേ? അല്ലല്ല. എന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. മാക്ക് രണ്ടാമ്പിള്ളേര്. ഞാനിതിന്റെ മറന്നു ജോലി ജോമാന്റെ കെട്ടിയോളെന്തേ? ഇവന്റെ കെട്ടിയോളെന്തേ? ജോമാന്റെ കെട്ടിയോള് ഭാര്യ വീട്ടിലോ? അപ്പൊ ഇതാരാ? അതാരാ? അറിയത്തില്ലേ? ഇവിടെ വന്ന് അതാ ജോമന്റെ കെട്ടിയോളം. ഇവിടെ ആയിരുന്നോ? അല്ല, ഇല്ലേ? കുഞ്ഞമ്മ കൊണ്ടുവന്നതല്ലേ? ഇപ്പൊ കുഞ്ഞമ്മ കൊണ്ടുവന്നതല്ലേ? കുഞ്ഞമ്മയുടെ കൂട്ടി വന്നതല്ലേ? കൊണ്ടുവന്നതല്ലേ അവിടുന്ന്? കുഞ്ഞമ്മ എവിടെയാണോ? എലിക്കുട്ടി. ഏലിക്കുട്ടി അടുത്ത് വന്നതല്ലേ? ഇപ്പൊ ഓർത്തിരിക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണ്ടാൽ അത് ആളെ ഞാൻ അറിയേ പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം. അങ്ങനെ ആ പ്രായം മുന്നോട്ടല്ലേ, അതുകൊണ്ടാ. അത് അമ്മമാരാണേലും അതെ. അവരും പുറത്തിറക്കാന്ന് വെച്ച് വന്നാൽ ഒരു സമയം കഴിഞ്ഞ് വന്നാൽ പിന്നെ അവരെ അറിയത്തില്ല. അവരാകെ പോക്കുവാ ഓടിച്ച്. പിന്നെ ഇങ്ങനെ ഇരിക്കണം. സജീടെ ഓമന. ആ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെണ്ണ്, ഇവിടുത്തെ വീട്ടമ്മ ആണോ? ആ എന്നെ പറയുന്നത് ആ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ജോലിയായിരുന്നു. ഇപ്പൊ ഇപ്പൊ ജോലിയൊന്നും പോകുന്നില്ല. പ്രായമൊക്കെ ആയി. പ്രായമൊന്നും ആയില്ല. പ്രായമൊന്നുമല്ല. പ്രായം കണ്ടാ പറയോ? ഏ? ജോലിക്ക് പോയ വിഷമാ. ആ അതെ, ഇത് പ്രായം തന്നെ ജോലിക്ക് പോണ വിഷമാണ്. ഇവിടെ ഒന്ന് വർത്താനം പറയും. എന്നെ പരിപാടി അടുക്കള കഞ്ഞിക്കെല്ലാം വെച്ചേക്കോണോ? കഞ്ഞി വെച്ചേക്കോണോ? അടുത്ത ആളെ നിങ്ങളാരും അങ്ങോട്ട് വരാത്തതുകൊണ്ട് അങ്ങോട്ടുള്ള വരും. കൊച്ചി വന്നല്ലേ എന്നാ? താമസിക്കുന്ന ഇവിടെ ആണോ? അമ്മ ഓർക്കുന്നില്ലായിരുന്നു നിങ്ങൾ ഇവിടെ വന്നു. അറിയുവോ? അയ്യോ എന്താ ഞാൻ പിന്നെ അറിയല. മോളെവിടെയാ? മോളെവിടെയാ? പിന്നെ ഞാനെവിടെയാ? അമ്മ അറിയത്ത പുത്തമ്പര ഇവിടുത്തെ അല്ലേ? അമ്മേനെ ഇവിടുന്ന് അങ്ങ് കെട്ടിക്കൊണ്ട് പോയതല്ലേ? കെട്ടിക്കൊണ്ട് പോയതാണല്ലോ. അത് അവിടെയാണ് ഞങ്ങൾക്ക്. അവിടെ താമസിക്കുക. ഞാനിവിടെ. അവിടെ അമ്മ എങ്ങനെ അറിയണേ അല്ലേ? ഞാനിവിടെ വന്ന് താമസിച്ചിട്ടില്ല. ഞാനും ഇവിടുത്തെ ആളാ. ഇവിടെ ഉണ്ടായത് ഞാനിവിടെ ഉണ്ടായത്. എന്നെ കളിച്ചാൽ ഞാൻ സുന്ദരിയായോ? അവൻ എന്നോട് ചോദിക്കും. ആ ജോമോളെ വേണ്ട. ജോമോനെ നീ ഉണ്ടായിരുന്നോ?
അപ്പൊ ഓർമ്മ ഓർമ്മ എനിക്കോ എണീറ്റാ എനിക്ക് ഒരു പെണ്ണ് അതേ വേണമല്ലോ. ഒരു പെണ്ണും രണ്ടാണും അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവിടെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ അല്ലേ അപ്പുറത്തെ വീട് തറവാട്. ആണോ? ഉം. അതിനകത്ത് ആളുണ്ടോ? അതിനകത്ത് ആരും ഇല്ല. എന്റെ ആൾക്കാർ ഇവിടെ നിന്നുണ്ട്. എന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ്. അനിയത്തിന് വേറെ വീട് എനിക്ക് കണ്ടിട്ടുണ്ടോ? വീട് ഇരിപ്പുണ്ട്. പഴയ വീടല്ലേ, നമ്മള് നേരത്തെ താമസിച്ചോണ്ടിരുന്ന വീടല്ലേ. അതിപ്പോ അത് വന്നിട്ട് അതിന് ഉടനെ നടക്കുകയല്ലേ. അത് തന്നെ. ശമ്പളക്കാര് മക്കളുണ്ടോ? ശമ്പളക്കാരും മക്കളൊക്കെ ഉണ്ട്. ആ എന്നാൽ നടക്കും. പയ്യെ പയ്യെ ഇച്ചിരി മുന്നോട്ട് പോകുന്നു. അത് തന്നെ. ഇച്ചിരി മുന്നോട്ട് പോയാൽ പുതിയ ഭാഷയ്ക്ക് പണിയാം. ഇതായിട്ട് കൊണ്ട് അതാ നല്ലത്. എന്നെ ചേച്ചിമാരൊക്കെ ഇല്ലേ? കുഞ്ഞുമാരുടെ ചേച്ചിമാരാരൊക്കെയാ? വേശ്യാമ്മ, അന്നമ്മ, അവർ രണ്ടുപേരുണ്ട്. അനീത്തിയ മൂത്തമുള്ളൂ. പിന്നെ അനിയത്തിമാർ 3 പേര്. 2 പേരല്ലേ? 3 പേരാരൊക്കെയാ? മൊത്തം 3 പേരുണ്ട്. മൊത്തം 3 പേരുണ്ട്. 2 പെണ്ണുങ്ങളല്ലേ? പിന്നെ മൊത്തം 3 പേരല്ലേ ഉള്ളൂ. മൊത്തം അനിയത്തിമാര്. ഇളയത് കുഞ്ഞുമ്മയുടെ ഇളയത് 2 അനീത്തിമാര്. എനിക്ക് അനിയത്തിമാർ 2 പേര് മൂത്തു. ഇളയത് ആ. ആരൊക്കെയാ? ഒരാങ്ങളെ. 3 പേരുണ്ടല്ലോ. ഒന്ന് ആങ്ങളെയല്ലേ? ആങ്ങളെയല്ലേ? മുതുപ്പച്ചനല്ലേ ഒന്ന്? കുട്ടിപ്പെട്ടിലേക്കൂടെ കൂട്ടുമ്പോ 3 പേര്. കുട്ടിപ്പെണ്ണും പെണ്ണമ്മേ. മുതുപ്പച്ചൻ. മുതുപ്പച്ചനല്ലേ? ജോമി, ഷാബു, അതൊക്കെ മക്കള്. മക്കളല്ലേ? അമ്മയുടെ മക്കളല്ലേ? ടോമി, സാബു, പിന്നെ ആരോ ഒരാൾ കൂടെ ഉണ്ടല്ലോ. വിബീന. അത് മകന്റെ കൊച്ചല്ലേ? ജോമോൻ എന്തിയ? ജോമോൻ ഓരോ ജോലിയല്ലേ. ജോമോനല്ല ജോലി. മോന് കുപ്പന്തറയാണ് പഠിക്കുന്നത്. കുടുംബത്തിലെ ജോലി അവര് ഗവൺമെന്റിന്റെ ജോലി പോലെ. ആണോ? ജോമോനും ഗവൺമെന്റ് ജോലിയാണോ? അപ്പൊ സാബുന് എവിടെയാ ജോലി? അവര് ഡിഗ്രിയൊക്കെ പഠിച്ചതല്ലേ. അവര് അവന് ഗവൺമെന്റ് ജോലിയല്ലേ? അതിന് പറ്റിയേ സാബുന് ഗവൺമെന്റ് ജോലിയുണ്ട്. ഗവൺമെന്റ് ജോലിയുണ്ട്. എൽസി വന്നിട്ട് പോകാം, ഏഹ് വീട്ടോട്ട് പോകാം. ഓരല്ലേ ഇവിടെ കിടക്കൂലേ? ഇന്ന് ഇവിടെയാ. ഇവിടെ കിടക്കുവാ. അത് കുഞ്ഞമ്മയുടെ വീടാ. എന്നിപ്പോ ഇവിടെ എന്നാ ഒക്കുവോ മോളെ? എന്നാ പറ്റിയേ? അങ്ങനെ ചെന്നിട്ട് എന്തെല്ലാം കാര്യം കുഞ്ഞമ്മ എന്നൊക്കെ ചെയ്യും എന്നാ? ചെല്ലുമ്പോ ഞങ്ങളെല്ലാരും ചെയ്യണം. ആണോ? ഒരാളെ ആരൊക്കെ? അവിടെ ആരും ഇല്ലേ? അവിടെ ഒന്നും ഇല്ലേ? അവിടെ ആരാ നിൽക്കുന്നത്? ഞങ്ങള് വന്നു പോയി അങ്ങ് പോകുമ്പോ അവർക്ക് 4 പേർക്കും മക്കളുള്ള മക്കളുള്ളതൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ അവര് ഓസ്ട്രേലിയയില്. ഇതുപോട്ട് അവനവളൂടെ ഇല്ല. പ്രാവിന്റെ അവരുടെ പിള്ളേരെ ഉള്ളപ്പോ ഇന്ന് ജോമോന്റെ ഇല്ലേ? ജോമോന്റെ വീട്ടിലില്ലേ? വീട്ടിലില്ലേ? ഇതായിട്ട് പറയാനുള്ളത് ശരിക്കെന്തും ചെയ്യാൻ അറിയത്തില്ലല്ലേ? അവര് പിള്ളേരല്ലേ, അവർക്ക് ഇങ്ങനെയൊക്കെ അറിയാവോ? മനസ്സിലാക്കി. പശുണ്ടോ? പശുണ്ടോ? കറക്കുന്നുണ്ടോ? ആടുണ്ടോ? കറവ നിന്നോ? പക്ഷെ ഈയിടെ പ്രസവിച്ചേ? ഈയിടെ പ്രസവിച്ചില്ലേ? ആരാ? കുഞ്ഞേട്ടൻ നടന്ന് ബോണ്ട കൊണ്ടുവന്നില്ലേ? കുഞ്ഞേട്ടന്റെ കടയിൽ നിന്ന് ബോണ്ട കൊണ്ടുവന്നില്ലേ? ആ പണ്ടൊരു 4-5 ബോണ്ടാക്കി പഠിച്ചില്ലേ? ഒന്നും കൊണ്ടുവന്നില്ലേ? പോയിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ലേ? ഇതെന്തോ? ആര് കൊണ്ടുവന്ന ഇത്? ഇതാണോ കൊണ്ടുവന്നത്? എല്ലാവർക്കും നല്ല. 4 പേർക്ക്
ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. ഇത് കൊച്ചുങ്ങൾ നടക്കുന്നു കേട്ടോ. അതിവിടെ ഓട്ടമില്ല. പിള്ളേരെ, നീ എന്നാ വീഴുവോ അല്ല വരത്തിലും പൊക്കത്തിലും വീഴുവോ? നീ മരത്തേക്ക് കയറോടാ. ഒന്നാമത്തെ ഇച്ചിരി ഉള്ളൂ. ഇങ്ങനെ വിളിച്ചവരെ ഇങ്ങോട്ട് വിളിച്ചേ. ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ട് വിളിക്കാൻ. നീ വന്നേ വാനേ മോനെ എടാ ഇതാരാന്ന് മനസ്സിലായോ? വിട്ട് പോയി ആരാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? മനസ്സിലാകാഞ്ഞിട്ടാ ഇവനാണ് വേറെ ഒന്നും ആയിരിക്കും. ദേ അങ്ങോട്ട് ആ വീട്ടിലോട്ടാ പോകുന്നത്. അവിടെ നമ്മളെ ആൾക്കാർ വേണ്ടിയിട്ടാണോ താമസിക്കുന്നത്? ആണോ? നമ്മളെക്കാളും കെയറിംഗ് ആണ് പിള്ളേര് പുറത്ത് പോകുമ്പോൾ ആ വീട്ടിൽ അവിടെ ഇല്ലേ തടത്തിക്കാര് തടത്തിൽ എലിക്കുട്ടിനെ അറിയോ? ആ തടത്തിൽ എലിക്കുട്ടിയോ? ആ ജോലി. ദേ ചേച്ചിയുടെ ഇളയ മകൻ, അന്നമ്മയുടെ ഇളയ മകനാത്. അമ്മയുടെ ചേർത്തി അന്നമ്മയില്ലേ? ആ അന്നമ്മയുടെ ഇളയ മകനായത് കേട്ടോ, ബിനോയ്. ആ ചേർത്തിയുടെ ആ ചേർത്തിയുടെ ഇളയ മകൻ ബിനോയ് ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പരിചയപ്പെടും. ബിനോയ് ആണത്, ബിനോയ് ആണത്. എത്ര പേരാ ചേർത്തി പോയിട്ട് ദേ ബിനോയുടെ ഭാര്യ ഷൈനി. എന്റെ മോനെ അറിയാലോ. ഇത് ഈ ബിനോയുടെ ഭാര്യ. എന്റെ സ്വന്തം. മോടെ വേറെ എവിടെയാ? എന്റെ വീട് കോഴിക്കോട്. അറിയോ? കോഴിക്കോട് അറിയാവോ? ജോലിയൊക്കെ ഉണ്ടോ? ആ ജോലി ഡൽഹിയിലാ. ആണോ? ഡൽഹി എവിടെയായിട്ടാ? ഡൽഹിയില്. സ്ഥലം എവിടെയാ? സ്ഥലം മയൂർ വിഹാർ ഫേസ് 3. ആ ഫേസ് 3, മയൂർ വിഹാർ ഫേസ് 3. ആ ജോലി ചെയ്തത് നോയിഡയില, UP. താമസിക്കുന്ന മയൂർ വിഹാർ. ഭക്ഷണങ്ങൾ സ്ഥലങ്ങളൊക്കെ പഠിക്കുമോ? ആ അമ്മ വരുന്നോ? അമ്മ വരുന്നോ അങ്ങോട്ട്? ഇല്ല ഞാൻ പോവാ. എങ്ങോട്ട്? വീട്ടിലൊറ്റ വലിയ പശുവില്ല. പശു ഉണ്ടോ? പശു ഉണ്ടോ? പിന്നെ ആട് എല്ലാം ഉണ്ടോ? എല്ലാ ജീവികളും രാത്രി ഓരോരുത്തർ എത്തിയിട്ട് ചട്ടി നടക്കുന്നത്. കറക്കുന്നതാണോ? വീട്ടിൽ കാര്യമായിട്ട് ആരുമില്ല. ആരുമില്ലേ? ജോമോനൊക്കെ പോയോ? ജോമോനൊക്കെ ഓരോ കാര്യത്തിന് പോകുന്നേ. ആണോ? പോയേച്ച് പോക്ക് പോയേച്ച് ഒരു വര വന്നു. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ പോകും. ഇങ്ങനെയാ. ആ ഇപ്പൊ പണ്ടത്തെ പാമ്പ് പിടുത്തമൊക്കെ ഉണ്ടോ? ജോമോൻ പാമ്പ് പിടിക്കുവോ? പാമ്പ് അതൊന്നും ഓർമ്മയില്ലേ? അതൊന്നും അറിയത്തില്ല. ഓ അറിയത്തില്ല. പടം വരയ്ക്കുമെന്ന് ചോദിക്കും. പടം വരയ്ക്കോന്ന്. ആ വരാൻ കാണിക്കും. പടം വരയ്ക്കോ? നല്ല മനസ്സിലാവും. അമ്മയുടെ ഓർമ്മ പോയാൽ പിന്നെ പാമ്പ് പിടിക്കാൻ പോയത്. പാമ്പ് പിടിക്കുന്ന അതിലോട്ട് അവിടെ അതേ വീട്. ആ ഒരു വീടുള്ളല്ലോ. ആ ഒരു വീടല്ല, വരുന്ന വഴിക്ക് വീടുണ്ട്. വരുന്ന വഴി ഇവരെ വീടിനാണ് താഴത്തെ. നമ്മുടെ കൂട്ടിലാണോ? ആ നമ്മുടെ കൂട്ടരാ. നീ പോകാം. എവിടെ? എവിടെ പോണേ? ചായ വേണ്ടേ? വീട്ടിലോട്ട് പോകണം. ചായ എന്തെല്ലാം ചെയ്യുന്നതാണ് കന്നുകാലി ആട് രൂപത്തിലെ പണികളെല്ലാം തരണം. ഉറക്കം വരുന്നുണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും പണിയാനില്ല. അപ്പൊ അങ്ങനെയാണ്. ഉറക്കമെന്ന് പറയല്ലോ മകൻ്റെ ഉറക്കമൊന്നും വരും. അപ്പൊ ജോമോൾ എന്ത് ചെയ്യും? ജോമോൾ എന്ത് ചെയ്യും? ജോമോള് വീട്ടിലുണ്ടോ? ജോമോൾ അവിടെ പോയി. ജോമോൾ അവിടെ പോയി. അവരൊക്കെ വീട്ടിൽ ഇരിക്കുകയല്ലേ, ഓരോരോ പണിയുണ്ട്. ആ ഓരോരോ പണിയുണ്ട്. അങ്ങനെ അങ്ങ് പോകും. വീട്ടിൽ ഇരുന്നാൽ പിന്നെ അവരുടെ ഒരു വഴി നടക്കുക. നടക്കില്ല. ചെയ്തോണ്ടില്ലെങ്കിൽ അയ്യോ ഇത് കിട്ടി. ഞാൻ ചായ എടുത്തോണ്ട് വരട്ടെ? ചായ കൊണ്ട് തരട്ടെ? ചായ എന്തിനും മോൾ ചായ അനിയോ? ആ അരയത്ത് പുത്തമ്പരക്കാർ വന്നപ്പോഴത്തെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പുതിയതായി വന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത് മേരിച്ചേച്ചി, അതായത് മുമ്പേ കാണിച്ച അന്നമ്മയുടെ മൂത്ത മകൻ്റെ ഭാര്യയാണ് മേരിച്ചേച്ചി. ഞങ്ങൾക്ക് അമ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അമ്മയായിരുന്നു. അടുത്ത അമ്മ കഴിഞ്ഞാൽ വീട് ഒത്തിരി വെച്ച് വിളമ്പി തന്നിട്ടുള്ള ഒരാൾ. രണ്ടാമത്തെ ആൾ ചിന്നമ്മ ചേച്ചി. ചിന്നമ്മ ചേച്ചി തങ്കച്ചേട്ടായുടെ ഇത് പറഞ്ഞില്ല മുമ്പേ.
തങ്കഞ്ചേട്ടായുടെ തോമസ് ചേട്ടായും ഇല്ല, തങ്കഞ്ചേട്ടായും ഇല്ല, രണ്ടുപേരും നമ്മുടെ വിട്ട് പോയി. ആദ്യത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചേച്ചി അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒത്തിരി ഞങ്ങൾക്കെല്ലാം വെച്ച് വിളമ്പി തന്നിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് സജിയുടെ വൈഫ്. സജിനെ പ്രത്യേകിച്ച് കാണിക്കണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഒന്ന്. ഓമൻ ചേച്ചി ഇവരെല്ലാവരും വീട്ടിൽ വന്ന ഭാഗം നമ്മൾ കണ്ടതാണ്. ഓമൻ ചേച്ചി ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, മാരുതിയിലല്ലേ. പിന്നെ ഒരു മകനേ ഉള്ളൂ. ഇപ്പോൾ ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീടൊക്കെ ഞാനന്ന് ആൾ കാണിച്ചാണ്, നമ്മുടെ വീടെന്ന് പറഞ്ഞുള്ള ഇതിനകത്ത് ഞാൻ കാണിച്ചാണ്, പുത്തമ്പരയിൽ പോകുന്ന ഭാഗത്ത് കാണിച്ചാണ്. അപ്പോൾ ഓമൻ ചേച്ചി ഇത് ചേരാ ജിലേബിയാണ് കഴിക്കുന്നത്. ഷുഗറില്ലല്ലേ? ഷുഗറൊന്നും ഇല്ല. കഴിച്ചോ. ഇത് സണ്ണികളി ഇവിടുത്തെ ഇപ്പോൾ പറഞ്ഞ ആൻസിയുടെ ഹസ്ബൻഡാണ്. പഴയ ആൾക്കാരൊക്കെ എല്ലാം കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം ആദ്യം മുതൽ കാണുന്നവർക്കെല്ലാം അറിയാം. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കണ്ടിട്ടുള്ളവരെല്ലാവർക്കും അറിയാം. അതിനകത്തുണ്ട്. ഞാനത് ഇതിൽ വെക്കുന്നതായിരിക്കും, മുകളിൽ എൻ്റെ ഐയിൽ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും ആ വീഡിയോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഇത് ആൻസിനെ പ്രത്യേകിച്ച് ആൻസിയോട് ഇരുന്ന് പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അതുപോലെ ഷൈനി ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നില്ല. ഇവിടെ എന്തൊക്കെയോ ഇവരൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, അറിയത്തില്ല എന്തൊക്കെയാണോ. കപ്പ. നമ്മുടെ ഇതാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ആള്. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന് ഭാര്യയാണ് വന്നിരിക്കുന്നത്. ഒരേ ഒരു ഭാര്യ അല്ലേ? ഉണ്ണിക്കുട്ടൻ്റെ പിള്ളേരാണ് രണ്ടുപേരും കേട്ടോ. ആ ഇവനെ ഉള്ള ഷൈമോളുടെ അങ്ങനെ ആണല്ലേ. അതെ, അപ്പനെ കണ്ടപ്പോൾ മക്കൾ രണ്ടും കൂടെ കയറി ഇരിക്കുന്നുണ്ടോ? അടിയിലോട്ട് കയറി തോണ്ടാൻ തുടങ്ങി. എവിടെയാ? നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. എന്നാ കുഴപ്പം? വീട് പൂട്ടിയേക്കല്ലേ? ആട് പശുണ്ട്. ആടിന്റെ പശുവിനാരും കുഴപ്പമില്ലേ? വീട് കൂട്ടിയിട്ടിട്ട് പോകുന്നത്. പിന്നെ കൊച്ചുങ്ങളെ കൊണ്ടാണ് ഭയങ്കര ശല്യം. കൊച്ചുങ്ങളൊക്കെ ഉണ്ടോ? അതുകൊണ്ട് ഇതിലല്ല ഇവിടെയെല്ലാം ചെന്ന് കയറി എന്നൊക്കെ ചെയ്യണം. പേരിട്ടിട്ട് നമുക്ക് ഇട്ടേക്ക് പോകാൻ പറ്റില്ല. ജോമൻ ഭയങ്കര വികൃതി അല്ലേ? ജോമൻ ഭയങ്കര കുരുത്തക്കാടല്ലേ? ഭയങ്കര കുരുത്തക്കാടല്ലേ ജോമോൻ? കുരുത്തക്കാടല്ലേ എന്നപ്പേ? ജോമോനെ ഭയങ്കര കുരുത്തക്കാടല്ലേ എന്ന് അല്ലേ? പാവാണോ? ഭയങ്കര സാധന. ചട്ടാമുണ്ടൊക്കെ മാറി. ചട്ടാമുണ്ട് കിട്ടത്തില്ല. ഒരു പ്രായത്തിലൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പൊ എത്രയായി പ്രായം അവന്? എത്ര വയസ്സുണ്ട് അമ്മ പറ? അതറിയാം. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് കാണും? എത്ര വയസ്സ് കാണുമെന്ന്? 50 വയസ്സായില്ലേ? 50 വയസ്സായ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണ സംഭവങ്ങളൊക്കെ ആണോ? അമ്മച്ചി അവിടെ നോക്കിയിരിപ്പുണ്ട്. അമ്മച്ചി കഴിപ്പിക്കണ കരുതി അങ്ങനെയായിരുന്നു. ഇവിടെ മാത്രം വന്നാലേ അതന്നെ.
എന്നിട്ട് തുടങ്ങുന്നേ ജിമ്മി പോണ്ട. ഞങ്ങള് എല്ലായിടത്തും പുകളം പറഞ്ഞിരിക്കുക. ഞങ്ങളെല്ലാത്തിനും വൃത്തികേട്. കുഞ്ഞമ്മയ്ക്ക് ചായക്കട അതൊക്കെ മറന്നുപോയി ഇച്ചിരി കൂടെ മറവ് ചെയ്യാടാ. അപ്പൊ കുരീന്റെ കടയോ? അറിയത്ത് കുരീന്റെ കട അറിയോ? കുരീനെ അറിയത്തില്ല? ചേട്ടൻ ചേട്ടൻ ചേട്ടനല്ലേ അറിയത്ത ചേട്ടൻ? അറിയത്ത ചേട്ടൻ അറിയത്ത് പുത്തുമ്പുരയിലെ ചേട്ടനില്ലേ? അറിയത്തില്ല? പോവാം 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 പോവാം. ഇതൊക്കെ എല്ലാം കഴിക്കണ്ടേ? ഇതൊന്നും കഴിച്ചിട്ട് വേണ്ട പോവാൻ. ഇത് കഴിക്കേ. കൊച്ചുങ്ങളില്ല, കൊച്ചുങ്ങൾ ഇവിടെ കൂടെ ഇല്ല. കൊച്ചുങ്ങളുടെ ഒക്കെ ഇവിടെ ഉണ്ട്. അവർ ഇവിടത്തെ പിള്ളേരാ. ഒരു അത് വലിയ കൊച്ചല്ലേ? അത് വലുതല്ലേ? വിവാനല്ലേ? വിവാൻ വലുതല്ലേ? വിവാനെ വലുതല്ലേ? അതവിടെ ഇരിപ്പുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ അറിയോ? മകന്റെ മകനാണ്. മൂത്തമല്ല, ഇളയ മോന്റെ. കഴിച്ചോട്ടെ. എന്നാ നമുക്ക് ബാക്കി എല്ലാവരും കൂടെ ഇരിക്കും. കുട്ടിക്കുഞ്ഞമ്മേ കുഞ്ഞമ്മേരുടെ ഇവിടെ നടന്ന ഒരു പ്രാവശ്യം ലാസ്റ്റ് പറഞ്ഞ് ഓർക്കണുണ്ടോ? അങ്ങനെ ഓർക്കാനല്ല. പോറായോ? നമ്മൾ തമ്മിൽ എന്ന് കഴിയുമ്പോ എന്നാ എന്തെല്ലാം കൂട്ടുണ്ട്. കന്നുകാലിയായി ആളായി മനുഷ്യരായി വരുന്നില്ലെന്നാ പറഞ്ഞ അമ്മച്ചിയോട് തന്നെ വെക്കോളാൻ. ആര് പറഞ്ഞു? പറഞ്ഞു അവളെത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്